യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പുതിയ ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം തിരുവചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല, പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ദൈവവചനം കേൾക്കുകയും ആ വചനമായി വന്ന യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ യേശുക്രിസ്തുവിനെ അയച്ച പിതാവായ ദൈവത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് വചനത്തിലൂടെ പറയുന്നു. ആ ദൈവം നമ്മളെ ഓരോരുത്തരെയും പ്രത്യേകമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ കഴിയുന്നു. യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, യേശു നിങ്ങളുടെ ദൈവവും രക്ഷകനും നാഥനുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ആ യേശുവിനെ അയച്ച പിതാവായ ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടാവും. ഈ നോമ്പിൻ്റെ അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിനായിട്ട് നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മളെ ഓരോരുത്തരുടെയും കൂടെ നടക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും നമ്മുടെ അതിരുകളെ വിസ്തൃതമാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നതിന് നന്ദി പറയാം. അത് പുത്രൻ്റെ അധികാരമാണ്. പുത്രൻ ചെയ്യുന്നതെല്ലാം ദൈവത്തിൻ്റെ സഹായത്താലാണ് ചെയ്യുന്നതെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുക. പുത്രനിലൂടെ നമുക്ക് ദൈവസന്നിധിയിലെത്തുവാൻ സാധിക്കും. നമ്മുടെ ശിരസ്സാകുന്ന യേശുവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാം. യേശുവിൻ്റെ സാന്നിധ്യത്തിനായിട്ട് നിരന്തരം ആഗ്രഹിച്ചുകൊണ്ടിരിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദർശനങ്ങളാലും യേശുക്രിസ്തു അവരെ ഓരോരുത്തരെയും തൻ്റേതാക്കി മാറ്റട്ടെ എന്നും ലോകസമാധാനത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനപ്രിയനായ നമ്മുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.